മുഖ്യമന്ത്രി വി ഡി സതീശനോട് പറഞ്ഞ വാക്ക് മറക്കല്ലേ എന്ന് പറയുകയാണ് കോഴിക്കോട് ആവിക്കൽ തോട് സമരസമിതി. മാലിന്യ പ്ലാന്റിനെതിരെ ജനകീയ പ്രക്ഷോഭം നടന്ന സമയത്ത് സമരപന്തലിലെത്തി വി ഡി സതീശൻ സമരക്കാരെ കണ്ടിരുന്നു. അന്ന് അവർക്ക് ചില വാഗ്ദാനങ്ങൾ നൽകി. അതെല്ലാം നടപ്പാക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ആവിക്കൽ തോട് മാലിന്യ പ്ലാന്റിനെതിരായ സമരസമിതി. അടിച്ചമർത്താൻ ശ്രമിക്കുമ്പോഴാണ് സമരങ്ങൾ ആളിക്കത്തുന്നത്. ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയനെയും ഈ സർക്കാരിനെയും ഓർമ്മപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു. ജനശക്തിയുടെ മുന്നിൽ നിങ്ങൾ ധിക്കാരം കാണിക്കരുത്. 2021 പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ ആവിക്കൽ തോട് സ്യൂവേജ് പ്ലാന്റിനെതിരായ ജനകീയ പ്രക്ഷോഭം. പ്ലാന്റ് വരുന്നത് കടുത്ത ആരോഗ്യ പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്ന് ചൂണ്ടിക്കാട്ടി ജനങ്ങൾ പ്രതിഷേധിച്ചു. സമരം അക്രമാസക്തമായപ്പോൾ പോലീസ് ലാത്തി വീശി സമരക്കാരെ അടിച്ചോടിച്ചു. സമരവേദിയിൽ അന്ന് വി ഡി സതീശൻ നേരിട്ടെത്തി പ്രതിഷേധക്കാരെ കണ്ട് കൂടെയുണ്ടെന്ന ഉറപ്പ് നൽകി. അന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദൻ നിയമസഭയിൽ സമരത്തിന് പിന്നിൽ ജമായത്തെ ഇസ്ലാമിയും SDP-യെയും പോലുള്ള തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകളാണെന്ന് ആരോപിച്ചപ്പോൾ സമരക്കാരെ തീവ്രവാദികളാക്കുന്നത് ശരിയല്ലെന്ന് നിയമസഭയിൽ വി ഡി സതീശൻ തിരിച്ചടിച്ചു. ആരെങ്കിലും സമരം ചെയ്യുമ്പോൾ SDP ആണ്, തീവ്രവാദികളാണ്, ജമാഅത്ത് ഇസ്ലാമിയാണ്, അർബൻ നക്സലൈറ്റ് ആണ്, ഇതൊക്കെ എന്താണ്? നിലനിൽപ്പിന് വേണ്ടിയായിരുന്നു സമരം. ശക്തമായ സമരത്തിനൊടുവിൽ കോഴിക്കോട് കോർപ്പറേഷൻ മാലിന്യ പ്ലാന്റ് യാഥാർത്ഥ്യമാക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറി. പക്ഷേ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമരക്കാർക്കെതിരായ കേസുകൾ അവിടെ തന്നെ കിടന്നു. 378 ആളുടെ പേരിൽ കേസ് എടുത്തിട്ടുണ്ട്. ഈ 378 ആളുടെ പേരിൽ 18 ക്രൈമാണ് രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 12 കേസ് ഞങ്ങൾ കോഴിക്കോട് കോടതിയിൽ 3,78,000 രൂപ ഫൈൻ അടിച്ച് വിഡ്രോ ചെയ്തു. ഇനിയും 6 കേസ് ബാക്കിയാണ്. അതിൽ 64 പേര് ബാക്കിയുണ്ട് ഇനിയും കേസിൽ. സമരം അവസാനിച്ചതിനിപ്പുറവും കേസുകളെല്ലാം ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാക്കി. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ്, വളരെ പാവപ്പെട്ട ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന സ്ഥലമാണ്. അവരുടെ അടുത്ത് ഞങ്ങൾ 10-50 ഓരോരുത്തരുടെ കയ്യിൽ നിന്നുമായിട്ടാണ് ഈ 3,78,000 രൂപ കോടതിയിൽ അടച്ചത്. ഇനിയും ഞങ്ങൾക്ക് കോടതിയിലേക്ക് ഇത്രയും വലിയ ഭാരിച്ച ചെലവായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് വലിയൊരു പ്രയാസം തന്നെയാണ്. തിരഞ്ഞെടുപ്പ് സമയത്ത് UDF അധികാരത്തിലെത്തിയാൽ കേസുകൾ റദ്ദാക്കാനുള്ള നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. അഡ്വക്കേറ്റ് ജയന്തും ഞങ്ങൾക്ക് ഉറപ്പ് തന്നാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്. ഞങ്ങളെ ഈ ജനങ്ങളെ സേവിക്കുന്ന സർക്കാരാണ്, ജനങ്ങൾക്ക് വേണ്ടി വന്ന സർക്കാരാണ്. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ കേസുകളെ പിൻവലിച്ച് ഈ പാവപ്പെട്ട ജനങ്ങളെ വിമുക്തമാക്കുമെന്നുള്ളത് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. സിൽവർ ലൈൻ വിരുദ്ധ സമരങ്ങൾക്കും പ്രക്ഷോഭങ്ങൾക്കുമെതിരെയുള്ള കേസുകൾ റദ്ദാക്കാൻ കോടതിക്ക് ശുപാർശ നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തങ്ങളുടെ കേസുകളിലും ഇടപെടൽ വേണമെന്നാണ് സമരസമിതി ആവശ്യപ്പെടുന്നത്. മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.